നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നോളജ് ഇസ് പവർ എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് ഹാഫ് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഡിലേ ഒന്നുമില്ലാണ്ട് ഡയറക്റ്റ്ലി എന്താണ് ബാക്കി അദ്ദേഹം പറയുന്നതെന്നുള്ളത് നോക്കാം. When World War I bogged down into interminable trench warfare, both sides called in the scientists to break the deadlock and save the nation. The men in white answered the call, and out of the laboratories rolled a constant stream of new wonder weapons, combat aircraft, poison gas, tanks, submarines, and ever more efficient machine guns, artillery pieces, rifles, and bombs. അപ്പോൾ വേൾഡ് വാർ വണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാവരും, എല്ലാ രാജ്യങ്ങളും അതിൽ പങ്കെടുത്തവരെല്ലാവരും എന്ത് ചെയ്തു, ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആരടുത്ത് അപേക്ഷിച്ചു അല്ലെങ്കിൽ ആരടുത്ത് ചെന്നു എന്നാണ് പറയുന്നത്, സയൻറ്റിസ്റ്റുകളുടെ അടുത്ത് ചെന്നു എന്നാണ് പറയുന്നത്. ആ ഒരു പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ രാജ്യത്തിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ചെന്നത് സയൻറ്റിസ്റ്റുകളുടെ അടുത്തായിരുന്നു. ദ മെൻ ഇൻ വൈറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ്, അവർ ആ ഒരു എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അവരവരുടെ ലബോറട്ടറികളിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. അവിടെ നിന്ന് അതിൻ്റെതായ റിസൾട്ടുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ വന്നു, പോയിസൺ ഗ്യാസ് ആണെങ്കിലും ടാങ്ക്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരുപാട് മെഷീൻ ഗൺസ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ, ബോംബുകൾ, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു യുദ്ധസമയത്ത് ഉപയോഗിക്കാനായിട്ട് സയൻറ്റിസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു. അവരുടെ ഒരു പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വാറിൽ യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സയൻസ് പ്ലേഡ് ആൻ ഈവൻ ലാർജർ റോൾ ഇൻ വേൾഡ് വാർ II. വേൾഡ് വാർ II ആയപ്പോഴേക്കും ഇത്തിരി കൂടെ കൂടുതലായിട്ട് സയൻസിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ലൈഫിൽ വരുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് കൂടി, അല്ലെങ്കിൽ ലൈഫിലുപരി വാറിൽ ആ യുദ്ധ സമയത്തുള്ള സയൻസിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഫലമായിട്ട് വരുന്ന റിസൾട്ടുകളായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ബോംബാണെങ്കിലും റൈഫിൾസ് ആണെങ്കിലും കാര്യങ്ങളുടെയൊക്കെ ഈ പറയുന്ന ഉപയോഗം വളരെ കൂടുതലായിട്ട് മാറി. By late 1944, Germany was losing the war and defeat was imminent. ഒരു 1944 ഒക്കെ ആയപ്പോഴേക്കും ജർമ്മനി ഇങ്ങനെ തോൽക്കാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. A year earlier, ഒരു വർഷം മുന്നേ, the Germans allies, the Italians had toppled Mussolini and surrendered to the allies. അപ്പോൾ ജർമ്മൻസിൻ്റെ അലീസ് ആയിട്ടുള്ള സഖ്യകക്ഷികളായിട്ടുണ്ടായിരുന്ന ഇറ്റാലിയൻസ് ഒരു വർഷം മുന്നേ, അതായത് 1943 ഒക്കെ ആയപ്പോഴേക്കും തന്നെ മുസോളിനിയെ അവരുടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് അട്ടിമറിക്കുകയും അതേപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി കൊടുക്കുകയും ചെയ്തിരുന്നു. അതുവരെ ജർമ്മൻസിന് കൂടി ഉണ്ടായിരുന്നവരാണ് ഇറ്റാലിയൻസ്. അവർ ഒരു വർഷം മുന്നേ തന്നെ എന്ത് ചെയ്തു, അവരുടെ മുസോളിനിയെ തന്നെ അവർ സ്വയം അട്ടിമറിക്കുകയും അതേപോലെ തന്നെ തിരിച്ചവരുടെ സഖ്യകക്ഷികൾക്ക് കീഴടങ്ങുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സഖ്യകക്ഷികളെ കൂടി ആർക്ക് നഷ്ടപ്പെട്ടാണ്, ജർമ്മനിക്ക് ഒരു വർഷം മുന്നേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ജർമ്മനി കെപ്റ്റ് ഫൈറ്റിംഗ് ഓൺ. പക്ഷേ എന്നിട്ടും ഇറ്റലിയെ നഷ്ടപ്പെട്ടതിന് ശേഷവും ജർമ്മനി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈവൻ ദോ ദ ബ്രിട്ടീഷ്, അമേരിക്കൻസ് ആൻഡ് സോവിയറ്റ് ആർമീസ് വർ ക്ലോസിംഗ് ഓൺ. അപ്പം എന്താണ്, ബ്രിട്ടീഷുകാരാണെങ്കിലും അതേപോലെ അമേരിക്കൻസും സോവിയറ്റ് ആർമീസും ഒക്കെ അടുത്തടുത്ത് വരുമ്പോഴും നമ്മുടെ ജർമ്മൻസ് ഇറ്റാലിയൻസ് നഷ്ടപ്പെട്ടതിന് ശേഷവും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. വൺ റീസൺ ജർമ്മൻ സോൾജിയേഴ്സ് ആൻഡ് സിവിലിയൻസ് തോട്ട് നോട്ട് ഓൾ വാസ് ലോസ്റ്റ് വാസ് ദാറ്റ് ദ ബിലീവ്ഡ് ജർമ്മൻ സയന്റിസ്റ്റ് വർ അബൌട്ട് ടു ടേൺ ദ ടൈഡ് വിത്ത് സോ കോൾഡ് മിറാക്കിൾ weapons such as the V2 rocket and jet powered aircraft. അപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷവും ധൈര്യത്തോടു കൂടി ജർമ്മൻസ് മുന്നോട്ട് പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ നാട്ടിലുള്ള അവരുടെ ജർമ്മൻ സയൻറ്റിസ്റ്റുകൾ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകത്ത് തന്നെ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് കണ്ടുപിടിക്കും. എക്സാമ്പിളായിട്ട് അവർ പറയുന്നുണ്ട് V2 റോക്കറ്റും അതേപോലെ ജെറ്റ് പവേർഡ് എയർക്രാഫ്റ്റും പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻവെൻറ്റ് ചെയ്ത് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ധൈര്യത്തിലായിരുന്നു അവരവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പോരാടിക്കൊണ്ടിരുന്നത്. While the Germans were working on rockets and jets, the American Manhattan Project successfully developed atomic bombs. നമ്മുടെ ജർമ്മൻസ് അവിടെ റോക്കറ്റും ജെറ്റും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ അമേരിക്കൻസ് എന്താ ചെയ്തത്, അറ്റോമിക് ബോംബ്സ് ആണ് ഉണ്ടാക്കിയത്. By the time the bomb was ready in early August 1945, Germany had ഓൾറെഡി സറണ്ടേർഡ്.
അപ്പം എന്താണ് ആ ഒരു ആറ്റമിക് ബോംബൊക്കെ ഉണ്ടാക്കി അതൊക്കെ പുറത്തെടുക്കാം അല്ലെങ്കിൽ പ്രയോഗിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോഴേക്കും തന്നെ ജർമ്മനിയുടെ കപ്പാസിറ്റി ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി സറണ്ടേർഡ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ജപ്പാൻ വാസ് ഫൈറ്റിംഗ് ഓൺ. പക്ഷെ അപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കൂട്ടരുണ്ടായിരുന്നു. ആരായിരുന്നു? ജപ്പാൻ ആയിരുന്നു അത്. അമേരിക്കൻ ഫോഴ്സസ് വേർ പോയിസ്ഡ് ടു ഇൻവേഡ് ഇറ്റ്സ് ഹോം ഐലൻഡ്സ്. അപ്പം എന്താ അമേരിക്കൻസ് ജപ്പാൻ്റെ ഐലൻഡ്സിനെയൊക്കെ പോയിട്ട് ഇൻവേഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദ ജപ്പാനീസ് വോർ ടു റെസിസ്റ്റ് ദ ഇൻവേഷൻ ആൻഡ് ഫൈറ്റ് ടു ഡെത്ത് ആൻഡ് ദർ വാസ് എവറി റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് നോ ഐഡിയൽ ത്രെറ്റ്. പക്ഷെ അപ്പോഴും ജപ്പാനീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ മരണം വരെയും പൊരുതാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അമേരിക്കൻ ജനറൽസ് ടോൾഡ് പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ദാറ്റ് ആൻ ഇൻവേഷൻ ഓഫ് ജപ്പാൻ വുഡ് കോസ്റ്റ് ദി ലൈവ്സ് ഓഫ് എ മില്യൺ അമേരിക്കൻ soldiers and would extend the war well into 1946. Truman decided to use the new bomb. 2 weeks and 2 atom bombs later, Japan surrendered unconditionally and the war was over. അങ്ങനെ ജപ്പാനെ കീഴടക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് യൂസ് ചെയ്തു? അവരെ ബോംബ്സ് യൂസ് ചെയ്യാണ്. വെറും ബോംബ്സ് അല്ല, ആറ്റം ബോംബ്സ് യൂസ് ചെയ്യാണ്. അങ്ങനെ നിരുപാധികം അവസാനം എന്ത് ചെയ്യാണ്? ജപ്പാനും കീഴടങ്ങുകയാണ്. ബട്ട് സയൻസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഒഫൻസീവ് വെപ്പൺസ്. അപ്പോൾ അത് ഇത്രയും നേരം പറഞ്ഞത് എന്തായിരുന്നു? ഈ പറഞ്ഞ ഒഫൻസീവ് ആയിട്ടുള്ള ഈ ഒരു ആയുധങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെപ്പൺസിന് വേണ്ടിയിട്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സയൻസ് യൂസ് ചെയ്യുന്നു എന്നായിരുന്നു. പക്ഷെ അദ്ദേഹം പറയാണ് ആ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഉപദ്രവകാരികളായിട്ടുള്ള വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ അവർ ഡിഫൻസസ് ആസ് വെൽ. പക്ഷെ നമുക്കറിയുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സയൻസിൻ്റെ യൂസ് അല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആ ഒരു നെഗറ്റീവ് ഇതായിട്ട് ആളുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കുക എന്നതിന് മാത്രമല്ല, മറിച്ച് ഡിഫൻസിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന സയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Today, many Americans believe that the solution to terrorism is technological rather than political. അപ്പം എന്താണ് ടെററിസം പോലത്തെ കാര്യങ്ങളൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സയൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ടെററിസത്തിന് തടഞ്ഞു നിർത്തണമെങ്കിലും പൊളിറ്റിക്കൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് കൂടുതൽ നല്ലത് എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴത്തെ ഒരുപാട് അമേരിക്കൻസ് വിശ്വസിക്കുന്നുണ്ട്. Just give millions more to the nanotechnology industry, they believe, and the United States could send bionic spy flies into every Afghan cave, Yemenite redout and North African encampment. അപ്പം എന്താണ് അങ്ങനെ ഒത്തിരി പൈസ വാരി എറിഞ്ഞിട്ട് നാനോ ടെക്നോളജിക്ക് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ബയോണിക് സ്പൈ ഫ്ലൈസ് പോലെയുള്ള ഒരുപാട് ടെക്നോളജിക്കായുള്ള കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബയോണിക് സ്പൈ ഫ്ലൈസ് എന്ന് പറയുന്നത് ഈ വണ്ട് പോലെ അല്ലെങ്കിൽ തുമ്പി, തേനീച്ച, അങ്ങനത്തെ ചെറിയ ചെറിയ ജീവികളുണ്ടല്ലോ, അതുപോലത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതാന്ന് തോന്നും. ഒരു തേനീച്ച വരുന്ന പോലെ അല്ലെങ്കിൽ തുമ്പി വരുന്ന പോലെ, വണ്ട് വരുന്ന പോലെ തോന്നും. പക്ഷേ ആക്ച്വലി അതിനകത്തൊരു ക്യാമറ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചിലത് സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ശത്രു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള നുഴഞ്ഞു കയറ്റങ്ങളും അല്ലെങ്കിൽ ടെററിസം ഒക്കെ സംഭവിക്കുന്നത് ആ ഭാഗങ്ങളിലേക്ക് അതിനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ടെററിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എനിമീസ് ആണെന്നുള്ള അവർക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അവരതൊരു പ്രാണിയാണ് എന്നുള്ള രീതിക്ക് എടുക്കും. പക്ഷെ നമുക്ക് ആക്ച്വലി അത് എവിടേക്ക് എത്തുന്നോ അവിടെ നടക്കുന്ന ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഒന്നുകിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് ആഫ്രിക്കൻ ഏരിയകൾ, നോർത്ത് ആഫ്രിക്കൻ ഏരിയകളിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അഫ്ഗാൻ ഏരിയകളിലാണ് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടേക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ബയോണിക് സ്പൈ ഫ്ലൈസിനെ യൂസ് ചെയ്ത് നമ്മൾ വിവരങ്ങൾ ചോർത്തുന്ന ഒരു പരിപാടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. Once that's done, Osama bin Laden's heirs will not be able to make a cup of coffee without a CIA spy fly passing this vital information back to headquarters in Langley. അപ്പം അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒസാമ ബിൻ ലാദൻ്റെ പിൻഗാമികൾ ഇതുപോലെ ടെററിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു സ്പൈ ഫ്ലൈകൾ അറിയാതെ ഒരു കപ്പ് ചായ കുടിക്കാൻ പോലും ഒരു കപ്പ് കാപ്പി കഴിക്കാൻ പോലും സാധിക്കില്ല. അതുപോലും വിവരം ചോർത്തിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും ഇതുപോലെയുള്ള ബയോണിക് സ്പൈ ഫ്ലൈസിൽ കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ ചോർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചോർത്തിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. Allocate millions more to brain research and every airport could be equipped with ultra sophisticated fMRI scanners that could immediately recognize angry and hateful thoughts in people's brains. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്കാനറിനെ കുറിച്ചാണ് പറയുന്നത്. എഫ് എം ആർ ഐ സ്കാനേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ബ്രെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന
പറയുന്ന ചിന്തകൾ എന്താണ് എന്ന് വരെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന പറയണത്. അപ്പം അയാളുടെ മനസ്സിൽ ഒരു ദേഷ്യമാണോ അല്ലെങ്കിൽ വെറുപ്പാണോ അല്ലെങ്കിൽ ഒരു ശത്രുതയാണോ എന്താണ് തോന്നുന്നത് എന്നുള്ളത് ആ ഒരു സ്കാനർ യൂസ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്, ഇതുപോലെയുള്ള എയർപോർട്ടുകളിലൊക്കെയാണ്. അതായത് എയർപോർട്ടുകളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്ന ഒരു വെപ്പൺ എന്നതിന് പുറമേ ആയിട്ട് എങ്ങനെയാണ് ഡിഫെൻസിൽ നമ്മൾ ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് യൂസ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞു നമ്മുടെ ആ ഒരു ബയോണിക് സ്പൈ ഫ്ലൈസിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം പറഞ്ഞു fMRI സ്കാനേഴ്സ്. ആ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വിൽ ഇറ്റ് റിയലി വർക്ക്? Who knows? Is it wise to develop bionic flies and thought reading scanners? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇതുപോലെയുള്ള ബയോണിക് ഫ്ലൈസും തോട്ട് റീഡിംഗ് സ്കാനേഴ്സും ഒക്കെ കണ്ടുപിടിക്കുന്ന അത്ര നല്ല കാര്യമാണോ? Not necessarily. Be that as it may, as you read these lines, the US Department of Defense is transferring millions of dollars to nanotechnology and brain laboratories for work on this and other such ideas. അപ്പോൾ നമ്മുടെ അത് അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു സ്പൈ ഫ്ലൈനെ കുറിച്ചും അതേപോലെ തന്നെ സ്കാനറിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെ ഓഥറുടെ ഹരാരിയുടെ ഒപ്പീനിയൻ എന്താണ്, അത് അത്ര കംപ്ലീറ്റ്ലി അങ്ങോട്ട് നല്ലതാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ. അതറിയണം കേട്ടോ, അദ്ദേഹം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത്. അത്രയും, അതായത് ഇപ്പോൾ ഈ ഒരു എന്താണെന്നുണ്ടെങ്കിലും ഒരു നുഴഞ്ഞുകയറ്റമാണ്, മറ്റുള്ളവരുടെ ഒരു പ്രൈവസിയിലേക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റമാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഡിഫൻസ് എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നല്ലൊരു കാര്യമാണ് എന്നല്ല അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണേ. This obsession with military technology, from tanks to atom bombs to spy flies, is a surprisingly recent phenomenon. അപ്പം എന്താണ് ഇതൊക്കെ ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ മുന്നത്തെ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒത്തിരി പണം ഈ ഒരു കാര്യത്തിനായിട്ട് പല രാജ്യങ്ങളും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ പറഞ്ഞ US പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒത്തിരി പൈസ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട്. Up until the 19th century, the vast majority of military revolutions were the product of organizational rather than technological changes. When alien civilizations met for the first time, technological gaps sometimes played an important role. But even in such cases, few thought of deliberately creating or enlarging such gaps. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ഒരു ടെക്നോളജി എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ പുതിയൊരു സിവിലൈസേഷൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നല്ലൊരു ഗ്യാപ്പ് ഈ പറയുന്ന ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിന് ആളുകളും ആ ഒരു ടെക്നോളജി നമ്മൾ വളരെ നല്ലൊരു ഗ്യാപ്പ് നിലനിന്നിരുന്നു. വന്ന വഴി തന്നെ എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയല്ല ഉണ്ടായിട്ടുള്ളത്. Most empires did not rise thanks to technological wizardry, and their rulers did not give much thought to technological ഇംപ്രൂവ്മെൻറ്റ്. അപ്പം ആദ്യം തന്നെ എല്ലാ റൂളേഴ്സും ഈ പറയുന്ന കാര്യത്തിൽ ഒത്തിരി പൈസ മുടക്കുകയും അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊന്നും ആരും കാര്യമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക മൈൻഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദ അറബ്സ് ഡിഡ് നോട്ട് ഡിഫീറ്റ് ദ സസാനിഡ് എംപയർ താങ്ക്സ് ടു സുപ്പീരിയർ ബോസ് ഓർ സ്വേർഡ്സ്. ദ സെൽജൂക്സ് ഹാഡ് നോ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ഓവർ ദ ബൈസന്റൈൻസ്, ആൻഡ് ദ മംഗൾസ് ഡിഡ് നോട്ട് കോൺകർ ചൈന വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ഇൻജീനിയസ് ന്യൂ വെപ്പൺ. ഇൻ ഫാക്ട്, ഇൻ ഓൾ ദിസ് കേസസ് ദ വാൻക്വിഷ്ഡ് എൻജോയ്ഡ് സുപ്പീരിയർ മിലിറ്ററി ആൻഡ് സിവിലിയൻ ടെക്നോളജി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആ ഒരു പോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ അറബ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും സെൽജൂക്സിൻ്റെ കാര്യം എടുക്കാനും മംഗൾസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതിലൊക്കെയും ആ ഒരു ടീം, അതായത് അറബ്സ്, സെസാനിഡ്സ്, അതേപോലെ സെൽജൂക്സ്, ബൈസന്റൈൻസ്, മംഗൾസ്, ചൈന, അങ്ങനെയുള്ളതൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ ജയിച്ചവർ ഒരിക്കലും അവർ ജയിച്ചിട്ടുള്ളത് ഈ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സയൻസ് യൂസ് ചെയ്തുകൊണ്ടോ ഈ ഡെഡ്ലി വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ടോ ഒന്നും അല്ല. അവരുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്, സുപ്പീരിയർ മിലിറ്ററി ആൻഡ് സിവിലിയൻ ടെക്നോളജി. അതുകൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത് നമ്മൾ ആൾബലം എന്ന് പറയില്ല, അതായത് ആളുകളെ യൂസ് ചെയ്തുകൊണ്ട്, ആർമിയിൽ ആളുകളുടെ എണ്ണം, അവരുടെ ശക്തിയും അവരുടെ കാപ്പബിലിറ്റീസും യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അവർ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലത്തെ ആറ്റം ബോംബുകൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡെഡ്ലി വെപ്പൺസ്, സയൻസിൻ്റെ റിസൾട്ടായിട്ടുണ്ടായിട്ടുള്ള ഡെഡ്ലി വെപ്പൺസും ടെക്നോളജീസും യൂസ് ചെയ്തുകൊണ്ടും ആയിരുന്നില്ല അവരൊന്നും ജയിച്ചിട്ടുണ്ടായിരുന്നത്. ദ റോമൻ ആർമി ഈസ് എ പെർട്ടിക്കുലർലി ഗുഡ് എക്സാമ്പിൾ. അപ്പോൾ അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പറയാൻ പറ്റിയ നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റോമൻ ആർമിയാണ്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ആർമി ഓഫ് ഇറ്റ്സ് ഡേ. ആ കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആർമി എന്ന് തന്നെ പറയാൻ പറ്റുന്നത് റോമിൻ്റെ ആർമി ആയിരുന്നു. യെറ്റ് ടെക്നോളജിക്കലി സ്പീക്കിംഗ്, പക്ഷേ ടെക്നോളജിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോം ഹാഡ് നോ എഡ്ജ് ഓവർ കാർത്തേജ്, മാക്ഡോണിയ ഓർ ദ സെല്യൂസിഡ് എംപയർ. അപ്പോൾ ഈ കാർത്തേജും മാക്ഡോണിയയും സെല്യൂസിഡ് എംപയർ, ഇതിൽ ഇവർക്കായിട്ടും റോമ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, വാർ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ജയിച്ചിട്ടുള്ളത് റോമ തന്നെയാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്, റോമ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടെക്നോളജിക്കലി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഈ 3 എംപയറിനെക്കാട്ടിലും താഴെയാണ് റോമിൻ്റെ സ്ഥാനം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, റോം ഇവരെ ഒന്നും ജയിച്ചത് ടെക്നോളജിക്കൽ ടെക്നോളജിയും സയൻസും യൂസ് ചെയ്തുകൊണ്ടല്ല, അവരും എന്ത് തന്നെയാണ് ആ ഒരു ആർമിയുടെ ബലം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആൾബലം ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് ജയിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇറ്റ്സ് അഡ്വാൻറ്റേജ് റെസ്റ്റഡ് ഓൺ എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ, അയൺ ഡിസിപ്ലിൻ ആൻഡ് ഹ്യൂജ് മാൻ പവർ റിസർവ്സ്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. ആ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനും ആ ഒരു അയൺ ഡിസിപ്ലിനും അതേപോലെ തന്നെ ആ ഒരു മാൻ പവറും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. The Roman army never set up a research and development department and its weapons remained more or less the same for centuries on end. അപ്പോൾ റോമൻ ആർമി ഒരിക്കലും ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ റിസർച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും കാര്യമായിട്ട് നൂറ്റാണ്ടുകളോളം ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇഫ് ദ ലീജിയൻസ് ഓഫ് സിപ്പിയോ എമിലിയാനസ്, ദ ജനറൽ ഹു ലെവൽഡ് കാർത്തേജ് ആൻഡ് ഡിഫീറ്റഡ് the Numantians in the 2nd century BC had suddenly popped up 500 years later in the age of Constantine the Great, Scipio would have had a fair chance of beating Constantine. അപ്പോൾ ഈ സിപ്പിയോ എമിലിയാനസ് എന്ന് പറയുന്ന ഒരു റോമൻ ജനറലാണ്. അപ്പം അദ്ദേഹം പറയാണ്, പണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഫ് ദ ലീജൻസ് ഓഫ് സിപ്പിയോ എമിലിയാനസ് ദ ജനറൽ ഹു ലെവൽഡ് കാർത്തേജിനെയും അതേപോലെ തന്നെ ഡിഫീറ്റഡ് ദ ന്യൂമാൻഷ്യൻസിനൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു BC 2nd century BC ഡിഫീറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു 500 വർഷത്തിന് ശേഷം വീണ്ടും അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കോൺസ്റ്റൈനെ പോലത്തെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ കോൺസ്റ്റൈനെയൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നൗ ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ടു എ ജനറൽ ഫ്രം എ ഫ്യൂ സെഞ്ചുറീസ് ബാക്ക്, സേ നെപ്പോളിയൻ, ഇഫ് ഹി ലെഡ് ഹിസ് ട്രൂപ്സ് അഗൈൻസ്റ്റ് എ മോഡേൺ ആർമേർഡ് ബ്രിഗേഡ്. അപ്പം ഇനി നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുകയാണ്, കുറേ സെഞ്ചുറീസ് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജനറലിനെ നമുക്ക് എടുക്കാം. സപ്പോസ് ആര്, നെപ്പോളിയൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്നത്തെ കാലത്ത് ഒരു മോഡേൺ ആർമേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർമിക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വരികയാണെന്ന് വിചാരിക്കാം. നെപ്പോളിയൻ വാസ് എ ബ്രില്യൻറ്റ് ടാക്ടീഷ്യൻ. നല്ലൊരു തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ നന്നായിട്ട് വിവരമുള്ള ഒരാളായിരുന്നു നെപ്പോളിയൻ. ആൻഡ് ഹിസ് മെൻ വർ ക്രാക്ക് പ്രൊഫഷണൽസ് ബട്ട് ദെയർ സ്കിൽസ് വുഡ് ബി യൂസ്ലെസ് ഇൻ ദ ഫേസ് ഓഫ് മോഡേൺ വെപ്പൺറി. അദ്ദേഹം വളരെ യുദ്ധതന്ത്രങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആളുകളും വളരെ ക്രാക്ക് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇന്നത്തെ ഒരു മോഡേൺ വെപ്പൺറിയുടെ മുന്നിൽ അവർ വന്നിട്ടുണ്ടെന്നല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടുകയുള്ളൂ. ആസ് ഇൻ റോം, സോ ഓൾസോ ഇൻ ആൻഷ്യന്റ് ചൈന, മോസ്റ്റ് ജനറൽസ് ആൻഡ് ഫിലോസഫേഴ്സ് ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് ദെയർ ഡ്യൂട്ടി ടു ഡെവലപ്പ് ന്യൂ വെപ്പൺസ്. അപ്പം നമ്മൾ റോമിൻ്റെ കാര്യം പറഞ്ഞു, അവർ കാര്യമായിട്ട് ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതേപോലെ തന്നെയുള്ള ഒരു കൂട്ടരാണ് ആരും ചൈനയും. അവരും ഇതേപോലെ കാര്യമായിട്ട് പുതിയ വെപ്പൺസ് ഉണ്ടാക്കണമെന്നും അങ്ങനത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സമയവും പൈസയും ചെലവഴിക്കണമെന്നൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി ഇൻവെൻഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ചൈന വാസ് ഗൺ പൗഡർ. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവമായിട്ട് അവർ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് ഗൺ പൗഡറാണ്. Yet to the best of our knowledge, gunpowder was invented accidentally by Taoist alchemists searching for the elixir of life. അപ്പോൾ എന്താണ്, അവർ ഗൺ പൗഡറാണ് ഏറ്റവും കാര്യമായിട്ട് കണ്ടുപിടിച്ചത്. പക്ഷേ ആ ഗൺ പൗഡർ തന്നെ അവർ ആ ഒരു ലക്ഷ്യം വെച്ച് കണ്ടുപിടിച്ചതൊന്നും അല്ല എന്നാണ് നമ്മുടെ അറിവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറിച്ച് എന്താണ്, ഡവോയിസ്റ്റ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് ചൈന ആ ഒരു ഏരിയയിലുള്ള അവിടുത്തെ ആൽക്കമിസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ ആക്ച്വലി കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് എലിക്സിർ ഓഫ് ലൈഫ് ആയിരുന്നു. എലിക്സിർ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ പോർഷനാണ്. അതായത് ഒരു മാജിക്കലായിട്ടുള്ളൊരു മയക്കുമരുന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ആ ഒരു രീതിക്കുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനൊരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു എന്താ പറയുക, ലൈഫിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ കുറേ കാലം ലോങ് ആയിട്ട് നമുക്ക് ജീവിക്കാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഈ ഒരു മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ജീവിക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ എലിക്സർ ഓഫ് ലൈഫ് എന്ന്. അപ്പം അത് കണ്ടുപിടിക്കുന്നതിൻ്റെ വഴിക്കാണ് അബദ്ധവശാൽ കണ്ടുപിടിച്ചതാണ് ഈ ഗൺ പൗഡർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗൺ പൗഡർ സബ്സീക്വന്റ് career is even more telling. One might have thought that the Taoist alchemist would have made China master of the world. In fact, the Chinese used the new compound mainly for firecrackers. പക്ഷെ എന്നിരുന്നാലും അവർ ആ ഒരു പുതിയ കണ്ടുപിടിച്ച ആ ഒരു സംഭവം എന്താണ് യൂസ് ചെയ്തിരുന്നത്, ഫയർ ക്രാക്കേഴ്സ് ഉണ്ടാക്കാനായിരുന്നു. ഈവൻ ആസ് എ സോങ് എംപയർ, വേറൊരു എംപയർ ആണ് കേട്ടോ സോങ് എംപയർ, collapsed in the face of Mongol invasion, no emperor set up a medieval Manhattan project to save the empire by inventing a doomsday weapon. അപ്പോൾ ആ ഒരു സമയത്ത് റോമൻ എംപയർ കൊളാപ്സ് ചെയ്ത സമയത്ത്, മംഗൾ ഇൻവേഷൻ്റെ മുന്നിൽ കൊളാപ്സ് ചെയ്ത സമയത്തൊന്നും അവരാരും എന്തിനു ശ്രമിച്ചില്ല, പുതിയൊരു പ്രൊജക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു
എന്താ പറയുക, ആ ഒരു എംപയറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഡെഡ്ലി വെപ്പൺ ഉണ്ടാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ചെയ്യാനൊന്നും ആരും നോക്കിയിരുന്നില്ല. Only in the 15th century, about 600 years after the invention of gunpowder, അപ്പോൾ ഗൺ പൗഡർ കണ്ടുപിടിച്ചതിന് ഒരു 600 വർഷങ്ങൾക്ക് ശേഷം did cannons become a decisive factor on Afro-Asian battlefields. ഈ ഗൺ പൗഡർ ഒക്കെ കണ്ടുപിടിച്ച് പിന്നെയും 600 വർഷങ്ങൾക്ക് ശേഷമാണ് കാനൻസ് ഒക്കെ ഈ പറഞ്ഞ യുദ്ധഭൂമിയിൽ വരാനായിട്ട് തുടങ്ങിയത്. Why did it take so long for the deadly potential of the substance to be put to military use? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ഗൺ പൗഡർ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചിട്ടും ഒരു 600 വർഷത്തോളം കാലം ഒരു ഗ്യാപ്പ് വന്നത്? കാനൻസ് പോലത്തെ സംഭവം, അതായത് ഗൺ പൗഡർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാനൻസ് പോലത്തെ സംഭവങ്ങളാണ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വാറിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടും ഒരു 10-600 വർഷത്തോളം എന്തുകൊണ്ട് കാനൻസ് പോലത്തെ സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ കണ്ടുപിടിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് അപ്പിയർഡ് അറ്റ് എ ടൈം വെൻ നെയ്തർ കിങ്സ്, സ്കോളേഴ്സ് നോ മെർച്ചന്റ്സ് തോട്ട് ദാറ്റ് ന്യൂ മിലിറ്ററി ടെക്നോളജി കുഡ് സേവ് ദം ഓർ മേക്ക് ദം റിച്ച്. അപ്പം അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആ ഒരു 600 വർഷത്തെ ഗ്യാപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഗൺ പൗഡർ കണ്ടുപിടിച്ച ആ കാലഘട്ടത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന കിങ്ങുകളാണെന്നുണ്ടെങ്കിലും സ്കോളേഴ്സ് ആണെന്നുണ്ടെങ്കിലും മെർച്ചൻസ് ആണെന്നുണ്ടെങ്കിലും അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് ആ ഒരു പുതിയൊരു മിലിറ്ററി ടെക്നോളജി കൊണ്ടുവരണമെന്നോ അതിൽ കൂടെ അവർക്ക് റിച്ച് ആവാമെന്നോ അതിൽ കൂടെ അവർക്ക് അവരുടെ നേഷനെ സംരക്ഷിക്കാമെന്നോ എന്നൊന്നും അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു 600 വർഷത്തെ ഗ്യാപ്പ് അവിടെ വന്നത്. കാനൻസ് കണ്ടുപിടിക്കാൻ 600 വർഷത്തെ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ദ സിറ്റുവേഷൻ, അതായത് ഉദ്ദേശിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന സംഭവത്തിൽ ഇങ്ങനത്തെ വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട് ജയിക്കാമെന്നോ നമുക്ക് റിച്ച് ആവാമെന്നോ ഒന്നും അന്നത്തെ ഭരണാധികാരികൾ വിചാരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. The situation began to change in the 15th and 16th centuries. ഇതൊക്കെ മാറി വന്നത് എപ്പോഴാണ്? ഒരു 15th century 16th century ഒക്കെ ആയപ്പോഴാണ് ഇത് കൂടെയും ഈ സയൻസിൽ കൂടെയും ടെക്നോളജി കൂടെയും വാറിലത്തെ വെപ്പൺസ് യൂസ് ചെയ്യുന്നതിൽ കൂടെയൊക്കെ നമുക്ക് റിച്ച് ആവാം അല്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ചിന്തകളൊക്കെ മനുഷ്യന്മാർക്ക് വരാൻ തുടങ്ങിയത്. But another 200 years went by before most rulers evinced any interest in financing the research and development of new weapons. Logistics and strategy continued to have far greater impact on the outcome of wars than ടെക്നോളജി. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് എന്ത് സംഭവം ആ ഒരു കാലഘട്ടത്തിലും എന്താണ് ഉണ്ടായിരുന്നത്, ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ സ്ട്രാറ്റജികളും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ടെക്നോളജീനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ആ ഒരു യുദ്ധത്തിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെയുള്ള ഔട്ട്കം എന്താണ്, അതിൻ്റെ പരിണിത ഫലം എന്നുള്ള രീതിക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. മറിച്ച് ആ ഒരു ടെക്നോളജിയെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള രീതിക്കൊന്നും അവരാരും ആലോചിച്ചിരുന്നില്ല. ദ നെപ്പോളിയോണിക് മിലിറ്ററി മെഷീൻ ദാറ്റ് ക്രഷ്ഡ് ദ ആർമീസ് ഓഫ് ദ European powers at Austerlitz was armed with more or less the same weaponry that the army of Louis XVI had used. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ ഒരു സമയത്ത് ഒരു 1805 നടന്നിരുന്ന ആ ഒരു സമയത്തൊക്കെ നടന്നിരുന്ന ആ യുദ്ധങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്തിരുന്ന വെപ്പൺസും എങ്ങനെയാണെന്നാണ് പറയുന്നത്. ലൂയിസ് 16 ഒക്കെ യൂസ് ചെയ്തത്. ലൂയിസ് 16 എന്ന് പറയുന്നത് ഒരു 1774 ഉണ്ടായിരുന്ന ഒരു ആളാണ്. അപ്പോൾ ആ ഒരു 1774 ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അവർ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങൾ അതേപോലെയായിരുന്നു ഒരു 1805 സമയത്തും ആ ഒരു യുദ്ധ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ. Napoleon himself, despite being an ആർട്ടിലറി മാൻ, ഹാഡ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ന്യൂ വെപ്പൺസ്. അപ്പം നെപ്പോളിയനെ പോലെയുള്ള ഒരാൾക്ക് പോലും എന്തുണ്ടായിരുന്നില്ല, പുതിയ വെപ്പൺസിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈവൻ ദോ സയൻറ്റിസ്റ്റ് ആൻഡ് ഇൻവെൻറ്റേഴ്സ് ട്രൈഡ് ടു പെർസ്വേഡ് ഹിം ടു ഫണ്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലൈയിങ് മെഷീൻസ്, സബ്മറൈൻസ് ആൻഡ് റോക്കറ്റ്സ്. അപ്പം എന്താണ് ആ ഒരു സമയത്ത് എന്ത് ചെയ്തു, സയൻറ്റിസ്റ്റുകളും അതേപോലെ ടെക്നോളജി കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ നെപ്പോളിയനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലെയിം മെഷീൻസ് ഉണ്ടാക്കുന്നതും അതേപോലെ സബ്മറൈൻസ് ആൻഡ് റോക്കറ്റ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നെപ്പോളിയൻ അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സയൻസ്, ഇൻഡസ്ട്രി ആൻഡ് മിലിറ്ററി ടെക്നോളജി ഇന്റർവൈൻഡ് ഓൺലി വിത്ത് ദ ആഡ്വെന്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ പറയുന്ന സയൻസും ഇൻഡസ്ട്രിയും മിലിറ്ററി ടെക്നോളജിയും ഒക്കെ ഒന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്റർവൈൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ളൊരു പ്ലാനൊക്കെ തുടങ്ങിയത് എപ്പം മുതൽക്കായിരുന്നു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വന്നതിന് ശേഷമായിരുന്നു. വൺസ് ദിസ് റിലേഷൻഷിപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ഹൗവർ ഇറ്റ് ക്വിക്ക്ലി ട്രാൻസ്ഫോംഡ് ദ വേൾഡ്. അങ്ങനെ
ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ തുടങ്ങി, ഈ പറഞ്ഞ ടെക്നോളജിയും സയൻസും ഇൻഡസ്ട്രിയും ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അത് മുതൽക്ക് എന്താണ്, ലോകം തന്നെ അത് മാറ്റാനാക്കിയിട്ട് ശ്രമിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ഒരു മാറ്റം വരുത്താൻ ഈ പറഞ്ഞ ടെക്നോളജിയെ കൊണ്ട് സാധിച്ചു. അതുവരെയും ആരും അത് മൈൻഡ് ചെയ്തിരുന്നില്ല, അതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എന്താണ്, ലോകത്തിനെ തന്നെ മാറ്റാനായിട്ട് അതിന് സാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. താങ്ക്